പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ആള് ഓരോരുത്തരായിട്ടൊന്ന് സ്വാഗതം പറയുന്നത്. കിങ്ങിണി മോക്കടെ സ്വാഗതം കൂടെ പഞ്ഞി. നമ്മുടെ കിങ്ങിണി മോക്കടെ വീഡിയോ ആയിട്ടാണ് നമ്മളിന്ന് എടുക്കാന്ന് വിചാരിച്ച്. എല്ലാവരും നമുക്ക് കിങ്ങിണി മോളെ എന്നും ഞാൻ മേക്കപ്പ് ചെയ്ത് കൊടുക്കും. അപ്പോൾ കിങ്ങിണി മോക്ക് നമുക്ക് മേക്കപ്പ് ബോക്സ് എല്ലാം കൂടി അങ്ങ് കൊടുക്കാം. അധികം മേക്കപ്പ് ബോക്സ് എന്ന് പറഞ്ഞാൽ അധികം ഒന്നുമില്ല, നമ്മുടെ കയ്യിലുള്ള സാധാരണ മേക്കപ്പ്, കൺമഷി, പൊട്ട്, പൗഡർ, പിന്നെ ലിപ് ബാം, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ, ലിപ്സ്റ്റിക്ക്. അപ്പം നമുക്ക് അതെല്ലാം കൂടെ കൊടുക്കാം. അവൾ സ്വന്തമായിട്ടൊരു 2 വയസ്സുകാരി എങ്ങനെ ഒരുങ്ങുമെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് ഇന്ന് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ മേക്കപ്പ് ചെയ്യാനുള്ള ആളിത് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇവിടെ ഇരുന്ന് എന്നെ എടുക്കുക. ചക്കപ്പഴം തിന്നു കേട്ടോ. ചക്ക ഭയങ്കര ടേസ്റ്റ് ആയിട്ടോ. നല്ല പഴുത്ത് കഴിഞ്ഞാൽ ഭയങ്കര മധുരമുള്ളൊരു ചക്ക കേട്ടോ. അപ്പോൾ ഇങ്ങനെ മോളെ ഒരു കുഞ്ഞിക്കൊതുകൊക്കെ പിടിച്ച് കടിച്ചു. അതിൻ്റെ വിഷമത്തിൽ ഇരിക്കുക. അപ്പം നമുക്ക് മേക്കപ്പ് സാധനങ്ങളൊക്കെ എടുത്ത് കൊടുത്തു നോക്കാം, എങ്ങനെ ഒരുങ്ങുമെന്ന് നോക്കാം കേട്ടോ. ചുമ്മാ ഇങ്ങനെ വേണ്ടേ നമുക്ക് മേക്കപ്പ് സാധനങ്ങൾ ഉള്ളതൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ചീപ്പൊക്കെ മാറ്റി വയ്ക്കാം. ചീപ്പൊന്നും വേണ്ട, ചീപ്പൊക്കെ നമുക്ക് മാറ്റി വെച്ചേക്കാം. പൊട്ട് ആദ്യം തന്നെ ചെയ്യണേ. ചേച്ചിയുടെ പൊട്ട് മാറ്റി വെച്ചു. അത് പൗഡർ ഇടണ്ടേ? പൗഡർ ഇട്. നമ്മൾ തന്നെ മേക്കപ്പ്. ഇതെന്നതാ ഇത് എന്തിനാ ഇത്? ആദ്യം ഇതേ കണ്ണെഴുതാനാട്ടോ എടുത്തേക്കുന്നത്. ഇങ്ങനെ മോള് തന്നെ കണ്ണെഴുതുക, സുന്ദരിയാവുക കേട്ടോ. എങ്ങനെ കണ്ണെഴുതുന്നേ? മിടുക്കി എന്നാ എഴുതി നോക്ക്. കണ്ണാടി എടുത്ത് കൈ പിടിക്കും. അമ്മ കണ്ണാടി കൈ പിടിച്ചു തരാം. വാവിക്ക് കാണത്തില്ല. സുന്ദരി. ഇനി അപ്പുറത്തെ കണ്ണ്. ഓക്കെ. കണ്ണെഴുത്ത് കഴിഞ്ഞു. ഇനി എന്നാ ചെയ്യണേ? പിരികെഴുതണ്ടേ? എന്നെ വെച്ചാ പിരികെഴുതുന്നേ? ഇതേ ഐബ്രോ പെൻസിലേ. ഇനി പിരികെഴുതുന്നതിന് ഇവിടെ ഇത് ഈ പിരികം. അത് കണ്ണ് തന്നെയാ വീണ്ടും എഴുതുന്നത്. ഇത് ഇവിടെ അമ്മ എഴുതൂലേ? അമ്മ പിടിച്ചരാം. വേണ്ടേ? ഇത് ഇങ്ങനെ അമ്മ എഴുതൂലേ? അത് വേണ്ട, അതും വേണ്ട. ഇനി എന്നാ വേണ്ട? ലിപ്സ്റ്റിക്ക് വേണ്ട. അതാണോ വേണ്ടത്? എൻ്റെ തന്നെ അച്ഛന് ഇഷ്ടപ്പെട്ട് വേറെ ലിപ്സ്റ്റിക്ക് കേട്ടോ. അതാണോ വേണ്ടേ? എന്നിട്ട് കയറ്റി വയ്ക്കണം. എൻ്റെ അകത്ത് പൊങ്ങും. എന്നാ അമ്മ പിടിച്ച കണ്ണാടി അമ്മ പിടിച്ചേ. ചുണ്ടിൻ്റെ ഒക്കെ അയ്യോ പല്ലല്ല, ചുണ്ട്. എൻ്റെ അമ്മ ഇതാരത്? അടപ്പ് കറക്റ്റ് അടപ്പൊക്കെ ഇട്ട് വയ്ക്കുക കേട്ടോ. ലിപ്സ്റ്റിക്ക് ഇട്ടിട്ട് അങ്ങ് മതിയാവണില്ല. അതിൻ്റെ അടപ്പ് അയ്യോ അതങ്ങനെയല്ല, അതിൻ്റെ അടപ്പ് അങ്ങനെയല്ല.
അങ്ങനെയല്ല, അതിൻ്റെ അടുത്ത് ദേ എടുക്കണം. അതും വേണോ ഈശ്വര? ഇത് 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 അതിൻ്റെ അടുത്ത്. അയ്യോ എല്ലാം ഇടുവാണോ? ആ എന്നാ ശരി ശരി ശരി. ആ മതി 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 മതി, ഒത്തിരി തേച്ചാൽ കൊള്ളില്ല. വാവ്, ഇനി എന്നതാ? പുട്ട്. ആ പുട്ട് പുട്ട് പുട്ട്. ഏത് പുട്ടാ? ആ ചേച്ചി പുട്ടാ. ഈ പുട്ടാണോ കൊച്ചിന് ഇഷ്ടം? ഓക്കെ. പിന്നെ ഏത് പുട്ടാ? ഈ പുട്ട് വേണോ? ഈ പുട്ട് വേണം. എന്താ ഏത് പുട്ടാ പിന്നെ വേണ്ടേ? പിന്നെ ഏത് പുട്ടാ കുഞ്ഞിന് വേണ്ടേ? ഈ പുട്ട് നല്ലതാണല്ലോ, പുട്ട് നല്ലതാണല്ലോ. മറുക് തൊട്ടില്ല, മറുക്. കംകം കംകം എന്ന് പറയുന്നത് പിന്നെ ബഡ്സിനാട്ടോ. ബഡ്സ് ഇപ്പില്ല, ബഡ്സ് ഇല്ല. ഇന്ന് ഇത് തീപ്പെട്ടി, അത് കൊള്ളില്ല. ഇത് വെച്ചു തീപ്പെട്ടി കൊള്ളു. ആ നമ്മൾ വേണ്ട, ബഡ്സ് തന്നെ മതി. ബഡ്സ് എന്നാ 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 അമ്മ തുറന്നു തരാം, തുറന്നൊക്കെ തരാം. നമ്മളെ കൊച്ചു മേക്കപ്പ് ചെയ്യുവാടി. എൻ്റെ കൃഷ്ണ നശിപ്പിച്ചു. ഉടുപ്പ് തൂക്കില്ല, ഉടുപ്പ് തൂക്കില്ല. നമ്മുടെ നിങ്ങൾക്ക് കൊച്ചിനെ കണ്ടിട്ട് മനസ്സിലായില്ലേടി മേക്കപ്പ് ചെയ്യുന്ന എവിടെയാന്ന്? കൊച്ചു തൊട്ടെടുത്തു, അമ്മ പിടിച്ചു തരാം. അത് ആ മതി 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 മതി. അയ്യോ മതി, അത് മതി അത് മതി. അതെ കിട്ടി കിട്ടി കിട്ടി, അത് മതി. ഇനി അടച്ചു വയ്ക്ക്. അയ്യോ അച്ചിരി. പൊട്ട് കിട്ടില്ലല്ലോ. ഇപ്പോഴാ ശരിയായേ. അവൾക്ക് തന്നെ ചിരി വരും കേട്ടോ. മതി, കണ്ടു അതെടുത്ത് വെച്ചടാ. അപ്പൊ ഫൈനൽ ലുക്ക് കാണിച്ച് കണ്ടേ കണ്ടേ. അതിന് വേണ്ട, കൺമിഷിയില് പ്രയോഗം നിർത്തിക്ക്. ഇത് കൊണ്ട കളഞ്ഞാലും. അവൾ അത്യാവശ്യം ഒത്തിരി കൺമഷിയൊന്നും വാരി തേക്കാതെ ഇരുന്നായിരുന്നു കേട്ടോ. പിന്നെ ആദ്യം തേച്ച് കഴിഞ്ഞ് പിന്നെ രണ്ടാമത് വീണ്ടും കൺമഷി എടുത്ത് തേച്ചിട്ട് അതങ്ങോട്ട് കൈ വെച്ച് തൂത്ത് വിട്ടപ്പോഴത്തേക്ക് ഇത്തിരി കട്ടിക്ക് വന്നപ്പോൾ അവൾക്ക് അസ്വസ്ഥ വന്നപ്പോൾ അവളങ്ങ് തൂത്ത് വിട്ടു. അന്നേരത്തേക്ക് ഭയങ്കര വൃത്തികേടായി പോയിട്ടോ. എന്താപ്പാ എന്നതാ കണ്ണാടി എന്ത് ചെയ്യുന്നറിയ ചോദിച്ചേ. കരണ്ട് പോയി. ആ മതി, സുന്ദരിയായിട്ടുണ്ട് സുന്ദരിയായിട്ടുണ്ട്. ഇപ്പൊ കിങ്ങിണി മോള് കിങ്ങിണി മോൾ എങ്ങനെയായിരുന്നു നോക്കാട്ടോ. ഇത് 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 ഒന്ന് നോക്കി കിങ്ങിണി മോള്. വാ ഇതാട്ടെ കിങ്ങിണി മോള്. എല്ലാം കഴിഞ്ഞു പോയിരുന്നു. കണ്ണാടി നോക്കി സ്വന്തം സൗന്ദര്യം ആസ്വദിക്കുകയാണ്. ഏയ് ലിപ്സ്റ്റിക് ഇട്ടിട്ടങ്ങോട്ട് മതിയാവുന്നില്ല. അത് മതി. ലിപ്സ്റ്റിക് തീർന്നു. ഓക്കെ ഓക്കെ ഓക്കെ.
നമുക്ക് കഴുകി കളയാം. ഞാൻ ആ മേക്കപ്പൊക്കെ എണ്ണയൊക്കെ തൂത്ത് ശരിക്കും നയിച്ച് കളഞ്ഞിട്ട് പിന്നെ നന്നായിട്ട് കഴുകി കളഞ്ഞു. കുഞ്ഞല്ലേ, അപ്പോൾ അതൊക്കെ മുഖത്ത് വെച്ചുകൊണ്ടിരുന്നാൽ കൊള്ളില്ലോ. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് വെറുതെ നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടി ഇവിടെ ഇരിക്കുന്നത് വെറുതെ രസമാണല്ലോ, അതുകൊണ്ട് എടുത്തതാണ് കേട്ടോ. അപ്പോൾ അത് ഒത്തിരി നേരം ആ മേക്കപ്പ് അങ്ങനെ വെച്ചുകൊണ്ടൊന്നും ഇരുന്നില്ല. അപ്പോൾ തന്നെ ഇത് കഴുകി കളഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മുടെ കിങ്ങിണി മോക്കടെ മേക്കപ്പൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്കൊരു ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് വരിക്കച്ചക്കയല്ല കേട്ടോ, കൂഴച്ചക്കയാണ്. കൂഴച്ചക്കയാണെങ്കിൽ പോലും ഇതിന് ഭയങ്കര മധുരം കേട്ടോ. നല്ല മധുരം എന്ന് വെച്ചാൽ നല്ല തേൻ മധുരം കേട്ടോ. ഈ പ്ലാവിൻ്റെ ചക്ക വറുക്കാനും അതുപോലെ പുഴുങ്ങാനാണെങ്കിലും എല്ലാത്തിനും നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഞാൻ ചക്കയൊക്കെ ഞാനും കുഞ്ഞും കൂടി അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് എടുക്കുക കേട്ടോ. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് ഇതിൽ കുരുവൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുത്തിട്ട് അത് മിക്സിക്കകത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കുഴിച്ചൊക്കെയാണെങ്കിൽ ഇതിൻ്റെ നൂലൊന്നും വരത്തില്ല കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് അരച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ചട്ടിയിലിട്ട് നന്നായിട്ട് വരട്ടിയെടുക്കാം കേട്ടോ. ഇതിങ്ങനെ വരട്ടി വെച്ച് കഴിഞ്ഞാൽ കുറേ നാളിരുന്നോളൂ കേട്ടോ. നമ്മൾ ഫ്രീസറിൽ കയറ്റി വെക്കണം. അപ്പോൾ ഞാനിതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയായിട്ട് ഞാനും കുഞ്ഞും കൂടെ വരട്ടാൻ വേണ്ടി എടുത്ത് വെക്കുക കേട്ടോ. ഇതിൻ്റെ കൂടെ നമ്മൾ വരട്ടുന്ന സമയത്ത് ഇതിൻ്റെ കൂടെ ഇത്തിരി നന്നായിട്ട് അരച്ചെടുത്തിട്ട് തേങ്ങ ഇപ്പോൾ ചേർക്കില്ല, മറ്റേ ശർക്കര പാനി ഏലക്കയും കൂടെ, ഏലക്ക പൊടിച്ച അല്ലെങ്കിൽ ചതച്ച ചേർത്ത് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് വരട്ടിയെടുക്കണം. അതിൻ്റെ ചക്കയുടെ വെള്ളം ഇതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് രീതിയിൽ നന്നായിട്ട് ചക്കപ്പഴം തന്നെ സെപ്പറേറ്റ് ആയിട്ട് കേട്ടോ. അപ്പം ഞാനിങ്ങനെ കുരു ഇപ്പോൾ നമുക്ക് ഞാൻ കുഞ്ഞും കൂടെ ഇത് എടുത്തിട്ടുണ്ട്. ഞങ്ങൾ എന്നിട്ട് ഇത് നന്നായിട്ട് വരട്ടിയെടുത്ത് വെച്ചു കേട്ടോ. അപ്പോൾ അപ്പോൾ ഇത് നന്നായിട്ട് വഴറ്റി ഇങ്ങനെ ഒരു ബോട്ടിലാക്കിയിട്ടുണ്ട്, ഈ പാത്രത്തിലാക്കിയിട്ടുണ്ട് കേട്ടോ. ഈ പാത്രത്തിൽ ആക്കി നമുക്ക് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കാം. അപ്പോൾ നമ്മുടെ ചക്കയൊക്കെ നമ്മൾ വഴറ്റി ഇത് ഇങ്ങനെ ഒരു പാത്രത്തിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനി ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിൽ കയറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ നാളെ വേണമെങ്കിലും ഇരുന്നോളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നത്തെ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ കിങ്ങിണി മോക്കടെ മേക്കപ്പ് എങ്ങനെയാണെന്ന് എല്ലാവരും ഒന്ന് പറയണം കേട്ടോ. ഇഷ്ടപ്പെട്ടെന്ന് പറയണം. നല്ല സുന്ദരി കുട്ടിയായിട്ടുണ്ടെന്ന് പറയണം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ അമർത്തി വെച്ചേരാം കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ.